ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും വന്നിട്ടുള്ള സുവർണ അവസരം. അപ്പോൾ പുതിയതായിട്ട് റെയിൽവേയിൽ നിന്നും വന്നിട്ടുള്ള TTE ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ ആ ഒരു ഒഴിവിലേക്ക് ആണ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 12,000 ഒഴിവുകളാണുള്ളത്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. TTE തസ്തികയിലേക്ക് ഏകദേശം 8,000 മുതൽ 12,000 ഒഴിവുകൾ ആണ് നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇന്ത്യൻ റെയിൽവേ നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു നിയമനത്തിലേക്ക് അപേക്ഷിക്കാവുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ്. നിങ്ങൾക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം. അതാണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത്. അതുപോലെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് അർഹതയുണ്ടാകും. അടുത്തതായിട്ട് 2 ഘട്ടമായിട്ടായിരിക്കും പരീക്ഷ നടക്കുക. റെയിൽവേ TTE റിക്രൂട്ട്മെൻറ്റ് ഫോമിന് വേണ്ടി 2024 അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ കൈവശം ഉണ്ടായിരിക്കണം. ജനന സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഏതൊക്കെ രേഖകളാണ് നിങ്ങളുടെ കയ്യിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വേണ്ടതെന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ജനന സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പഠന സർട്ടിഫിക്കറ്റ്, ബിരുദ അല്ലെങ്കിൽ ഡിപ്ലോമ എന്നിവ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ സമർപ്പിക്കണം. അപ്ലൈ ചെയ്യേണ്ട രീതിയാണ് ഇനി പറയുന്നത്. നിങ്ങൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് rrcb.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. ഓൺലൈൻ റെയിൽവേ TTE ഒഴിവ് 2024 എന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൃത്യമായ വിവരങ്ങളോടുകൂടി അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മറ്റ് ആവശ്യ രേഖകളും അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഫോം പൂർത്തിയാക്കിയ ശേഷം ആ ഒരു വിജ്ഞാപനത്തിൽ സൂചിപ്പിക്കുന്ന പ്രകാരം ആ ഒരു അപേക്ഷാ ഫീസ് കൂടി അടക്കുക. അതിനുശേഷം റെയിൽവേ TTE 2024 അപേക്ഷാ ഫോം അവലോകനം ചെയ്ത് ഓൺലൈനായി സമർപ്പിക്കുക. അപ്പോൾ ഈ ഒരു TTE പോസ്റ്റ് 2024 അപേക്ഷാ പ്രക്രിയ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ രേഖകൾ സ്പീഡ് പോസ്റ്റ് വഴി ഇമെയിൽ വഴിയോ വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ ഓൺലൈനായിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴി ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കാം. റെയിൽവേ TTE അഡ്മിറ്റ് കാർഡ്, റെയിൽവേ TTE പരീക്ഷാ തീയതി എന്നിവ സംബന്ധിച്ച അപ്ഡേറ്റുകളെല്ലാം വെബ്സൈറ്റിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഒരു എക്സാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയും ശാരീരിക പരിശോധനയും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ നിങ്ങൾക്ക് 200 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ 2 മണിക്കൂറായിരിക്കും എക്സാം ടൈം. ആ ഒരു എഴുത്ത് പരീക്ഷയിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിലെല്ലാം കംപ്ലീറ്റ് ആവുന്നവർക്കാണ് ഈ ഒരു TTE പോസ്റ്റിലേക്ക് കിട്ടുന്നത് കേട്ടോ. ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന മാത്രമാകും അപേക്ഷ സമർപ്പിക്കേണ്ടത്. indianrailways.gov.in എന്ന് പറയുന്ന സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ താങ്ക് യു.